ഈ കേസിലെ ഒന്നാം പ്രതിയായി കണ്ടെത്തിയ പ്രകാശ് ആശ്രമം കത്തിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ആശ്രമത്തിൽ സംഘം ചേർന്ന് പ്രശ്നങ്ങളുണ്ടാക്കിയ വിവരം സാക്ഷിമൊഴികളിൽ നിന്നും വ്യക്തമായിട്ടും പ്രകാശിന്റെ CDRും ഈ അന്വേഷണ സംഘം പരിശോധിച്ചിട്ടില്ല. എക്സിബിറ്റ് 6 ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു രേഖ പ്രകാരം ഈ കേസിലെ A3 ആയി അറസ്റ്റ് ചെയ്യപ്പെട്ട ശബരി S. നായരെ ആദ്യമേ തന്നെ ഈ കേസിൽ സംശയിക്കുകയും ടിയാന്റെ CDR ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ ഏജൻസിയാണ് ചെയ്തത്. എക്സിബിറ്റ് 6ന്റെ 2-ാം പേജിൽ S1 നമ്പർ 2 44 ശബരിയുടെ മൊബൈൽ നമ്പറുകളാണ്. T നമ്പറുകളിൽ വെളുപ്പിന് 2:30 മണിക്ക് ആശ്രമം കത്തിയ സമയം ആക്റ്റീവായിരുന്നത് എന്നും ശബരി വേറെ ചിലരെയൊക്കെ കോണ്ടാക്ട് ചെയ്തതും CDRൽ നിന്നും വ്യക്തമാണ്. ഈ പ്രകാശിന്റെ CDR പരിശോധിക്കുന്നത് ഈ പറയുന്ന DYSP ആണ്. അത് പരിശോധിക്കുമ്പോൾ രാത്രി 2:30 ഈ പറയുന്ന പ്രതി എന്ന് പറയുന്ന പ്രകാശ് ഈ ആശ്രമത്തിന്റെ പരിസരത്തുണ്ട്. ആ സമയത്ത് അദ്ദേഹം പലരും വിളിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യം അന്വേഷിച്ചവർ പ്രകാശിനെ ചോദ്യം ചെയ്യാനോ ഈ രീതിയിൽ അന്വേഷണം നടത്താനോ തയ്യാറായിട്ടില്ല. അതാണ് DYSP ചൂണ്ടിക്കാണിക്കുന്നത്. കിട്ടിയിട്ടുണ്ട്. അതായത് ക്രോസ് വെരിഫൈ ചെയ്തതിൽ 10 നമ്പറും ശബരിയുടെ മെയിൻ മൊബൈൽ നമ്പറുകൾ T നമ്പറുകൾ വെളുപ്പിന് 2:30 മണിക്ക് ആശ്രമത്തിന് ആക്റ്റീവായിരുന്നു. ശബരി വേറെ ചിലരെയൊക്കെ കോൺടാക്ട് ചെയ്തതിനും CDRൽ കാണുന്നത്. ഇപ്രകാരം വ്യക്തമായുള്ള ചില വിവരങ്ങൾ കിട്ടിയിട്ടും ആയത് ക്രോസ് വെരിഫൈ ചെയ്യാതിരുന്നത് ആയിരുന്നു ACPയുടെയും T കേസിൻ്റെയും അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിരുന്ന തിരുവനന്തപുരത്തെ ഷാഡോ ടീം അംഗങ്ങളുടെയും വീഴ്ചയാണ്. ഈ കേസ് തീയതി ACP ശബരിമല S. നായരെ 3/11/2011 തീയതി ACP ശബരി S. നായരെ ചോദ്യം ചെയ്തെങ്കിൽ ഈ ശബരി നായർ ചോദ്യം ചെയ്തിട്ടുണ്ട് പേരിന്. ഗൗരവമായ സമീപനം ടിയാന്റെ CDR വെച്ച് ക്രോസ് ചെയ്യുന്നതിൽ കാണിച്ചിട്ടില്ല. അത് ചെയ്തിട്ടില്ല. കാരണം കാണിച്ചാൽ തെളിയും. എന്താ വേണ്ടത്? ഇത് സ്വാമി എന്നെ കത്തിച്ചു, അതിൻ്റെ പിന്നിൽ CPMമാരാണ്, സ്വാമിക്ക് പേരെടുക്കാനാണ്. അതുകൊണ്ട് ഈ ശബരിയുടെ CDR അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിശോധിച്ചില്ല എന്നാണ് ഇത് അന്വേഷിച്ച് കണ്ടെത്തിയ ഉദ്യോഗസ്ഥൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ടിയാന്റെ CDR വെച്ച് ക്രോസ് വെരിഫൈ ചെയ്തില്ല. ആശ്രമത്തിലെ അന്തേവാസികളെ കേന്ദ്രീകരിച്ചാണ് ഈ കേസിന്റെ അന്വേഷണം കൊണ്ടുപോയത്. RSS പ്രവർത്തകർ ആശ്രമത്തിനെതിരെ സമരവും ബഹളവും നടത്തിയിട്ടും അവരെ കേന്ദ്രീകരിച്ച് കാര്യമായ ഒരു അന്വേഷണം നടത്തിയില്ല. അപ്പോൾ ആശ്രമത്തിനുള്ള സ്വാമിന്റെ ആളുകൾ സ്വാമിനെയൊക്കെ എത്ര പ്രാവശ്യം ചോദ്യം ചെയ്തിട്ട് എനിക്കറിയില്ല. നിങ്ങൾ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ സ്വാമിയുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ സ്വാമിയിലേക്ക് ആണ് ആദ്യത്തെ ശ്രമം. അത് കഴിഞ്ഞിട്ട് ഇനി 2ാമത്തെ ശ്രമം നിങ്ങൾ കേട്ടോ എങ്ങോട്ടാ പോയത് എന്നുള്ളത്. ആദ്യ അന്വേഷണത്തിൽ അടുത്ത പാരഗ്രാഫാണ്. ആദ്യ അന്വേഷണത്തിൽ ആവലാതിക്കാരനുമായി ബന്ധമുള്ളവരെ സംശയിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോയിട്ടുള്ളത്. CDR ശേഖരിച്ചവരിൽ നീ കേട്ടോ CPM തിരുവനന്തപുരം ജില്ലാ നേതാവ് IP ബിനു സോൻസോ നമ്പർ 2, കണ്ണൂരിലെ CPM നേതാവ് കാരായി രാജൻ. മനസ്സിലായില്ലേ? തിരുവനന്തപുരത്തെ ആശ്രമം കത്തിച്ചേന് കാരായി രാജൻ സോൻസോ നമ്പർ. DYFIയുടെ നേതാവ് സുബിൻ, CPM വലിയ വിള ബ്രാഞ്ച് സെക്രട്ടറി ദിനേശ് എന്നിവരുടേതടക്കം മൊബൈൽ നമ്പറുകൾ CDR ശേഖരിച്ചിട്ടുണ്ട് എന്ന് എക്സിബിറ്റ് 6 കൊണ്ട് വ്യക്തമാകുന്നു. ഇനി അദ്ദേഹം ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയാണ് ഇത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമല്ല, അവരെ എങ്ങനെയാണ് കേസിലേക്ക് സംശയിച്ചതെന്നും വ്യക്തമല്ല, CD ഫയലിൽ കാണുന്നില്ല. ഇത് കൃത്യമായ അധികാര ദുർവിനിയോഗമാണ്. അപ്പം എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ CDR പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസന്വേഷണത്തിൽ അത് പറയണം. CDR രേഖ പ്രകാരം ഈ പരിശോധിച്ച നമ്പറുകളിൽ ഈ പറഞ്ഞ കാരായി രാജൻ ഉൾപ്പെടെയുള്ള IP ബിനു അടക്കമുള്ള എല്ലാവരും IP ബിനുവിനായിരുന്നു മറ്റേ കേസ് കൊടുക്കാൻ നോക്കിയിരുന്നു.